ആദ്യം ഒരു ഗ്ലാസ് സേമിയ എടുത്തിട്ട് കുറച്ച് നെയ്യ് ഇട്ടിട്ട് വറുത്തെടുക്കാം. അത് വറുത്ത റവ തന്നെയാണ്, എന്നാലും കുറച്ചൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിലിട്ടിട്ട് വേവിച്ച് വയ്ക്കാം. സേമിയ സാധാരണ വേവിക്കണ പോലെ ഒന്ന് ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. പിന്നീട് അത് ഒരു പാൻ വെച്ച് സേമിയ കൊണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു പാൻ വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വയ്ക്കുക. പിന്നീട് അതിലേക്ക് കുറച്ച് കടുക് ഇടാം. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് സേമിയ കൊണ്ടുള്ള ഉപ്പുമാവാണ്. നന്നായി ചൂടായി വരുന്നുണ്ട്. അത് ഇപ്പോൾ പാൻ വെച്ചു, വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിൽ കുറച്ച് കടുക് ഇടാം. പിന്നീട് കുറച്ച് കപ്പലണ്ടി, ഇഞ്ചി, പച്ചമുളക്, കുറച്ച് പച്ചമുളക്, ബീൻസ്, സവോള, ഇഞ്ചി, വേപ്പില ഇതെല്ലാം കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം വെളിച്ചെണ്ണ ചൂടായിട്ട് അതിൽ കടുക് ഇടാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കപ്പലണ്ടി എടുത്തു വെച്ച കപ്പലണ്ടി ഇട്ടിട്ട് വറുത്തെടുക്കാം. അതിൽ കുറച്ച് കപ്പലണ്ടി ഇടുന്നത് നന്നായി ഒരുവിധം മൊരിഞ്ഞു കഴിഞ്ഞാൽ അരിഞ്ഞു വെച്ച പച്ചക്കറികൾ അതിലിട്ട് വറുത്തെടുക്കാം. അതൊന്ന് വാട്ടിയെടുക്കാം. പച്ചക്കറികൾ എന്തുവാണെങ്കിലും ഇടാം. കുറച്ച് ക്യാരറ്റ് അതുപോലെയുള്ള പച്ചക്കറികൾ ഇതിൽ ചേർക്കാൻ പറ്റും. ഏത് വേണമെങ്കിലും നമ്മൾ സാധാരണ മാവിലേക്ക് മറ്റുള്ള ക്യാരറ്റ്, ബീൻസ് അങ്ങനെ എന്ത് പച്ചക്കറികളാണ് അതിലിടാണ്ട് നമ്മുടെ താല്പര്യം പോലെ എന്താ ഇടാൻ പറ്റും. ഞാനിവിടെ ഉള്ളത് ബീൻസും സവോളയും പച്ചമുളകാണ് ഇടുന്നത്. നമുക്ക് ഏത് വേണമെങ്കിലും പച്ചക്കറികളൊക്കെ ചേർക്കാം. കുറച്ച് വേപ്പില അതൊന്ന് വാടി വരട്ടെ. അതിൻ്റെ ഒപ്പം കുറച്ച് റവ ഇട്ടിട്ട് കുറച്ച് വാടി വരുമ്പോൾ ഒരു 2 സ്പൂൺ റവ അതിട്ടിട്ട് ഇളക്കി വറുത്തെടുക്കാം. സേമിയ ചേർക്കുമ്പോൾ അതിന് ഒരു ഉലർച്ച കിട്ടാൻ വേണ്ടിയാണ് റവ ചേർക്കുന്നത്. അപ്പോൾ ഇനി അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. പച്ചക്കറികളും കപ്പലണ്ടിയൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയാണ് കുറച്ച് വെള്ളം ഒഴിക്കുന്നത്. അപ്പം അങ്ങനെ അതിൽ കുറച്ച് വെള്ളം ചേർക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിൽ ഞാൻ വെള്ളം കുറച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. തിളപ്പിച്ച വെള്ളം വേണം ഒഴിക്കാനായിട്ട്. റവ വറുത്ത് വന്നിട്ടുണ്ട്. പച്ചക്കറികൾ വാടിയുണ്ട്. ഒപ്പം റവയും മറ്റ് പച്ചക്കറികളും വറവ് പാകമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കാം. ഇനി വെള്ളം എടുത്തിട്ട് ഇതിൽ ചേർക്കാം. തിളപ്പിച്ച വെള്ളം ചേർത്ത് പച്ചക്കറികളും കപ്പലണ്ടിയും ഒന്ന് വേവാൻ അനുവദിക്കണം. കുറച്ച് നേരം 2 മിനിറ്റ് അതങ്ങനെ കിടന്നിട്ട് തിളച്ച് ഇതിലേക്ക് ആവശ്യമായ ഉപ്പിടാം. ഒന്ന് വറ്റി വരണം. ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു സ്നാക്കാണ്. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും വൈകിട്ട് കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഭക്ഷണമാണ്. വയസ്സിന് വരുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് അവർ കഴിച്ചു തീർക്കും. അത്രയും നല്ല ടേസ്റ്റിയായ ഒരു ഉപ്പുമാവാണ്.
ഇത്രയും പോലെ ഒരു ഗ്ലാസ് സേമിയ വറുത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിൽ കൂടെ ചേർക്കാം. വേവിച്ച് വെച്ച സേമിയയാണ്. സേമിയയ്ക്ക് ഒരു ഉലർച്ച കിട്ടാൻ വേണ്ടി മാത്രം കുറച്ച് റവ ചേർക്കുന്നുണ്ട്. നെല്ല് പാകമായിട്ട് സേമിയ വെന്ത് പാകമായിട്ട് ഒരു സ്വല്പം കൂടി ഒലരാൻ വേണ്ടി ഒരു നുള്ളും കൂടി റവ ഇടുന്നുണ്ട്. ചെറുതായിട്ട് ഒരു ഒലർച്ച വരാൻ. മാവ് പാകമായിട്ട് ഇനി കുറച്ച് മല്ലിയിലയും കൂടി വിതറാം. സേമിയ ഉപ്പുമാവ് റെഡി. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.